ഗുഡ് മോർണിംഗ് ഗൈസ്. എക്കോസ്റ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 5 ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സിലിഗുഡിയിലുള്ള നമ്മൾ ഇന്ന് രാവിലെ സിലിഗുഡിയിൽ നിന്ന് ഷിലോങ്ങിലോട്ടാണ് പോകുന്ന മേഘാലയ. അപ്പം സിലിഗുഡി എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലൊരു ഒരു പാർട്ടാണ്, മീൻസ് ഓൾമോസ്റ്റ് ബോർഡർ ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം നമ്മളെല്ലാവരും എഴുന്നേറ്റ് സമയം ഏകദേശം ഇപ്പോൾ 8 മണിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഡ്രൈവ് ചെയ്യും. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു 500 കിലോമീറ്റേഴ്സ് അടുപ്പിച്ചുണ്ട്. 500 അല്ല 590 ആണെന്ന് തോന്നുന്നു, ജസ്റ്റ് ചെക്ക് ചെയ്യണം. ഏകദേശം ഇന്നും ഡ്രൈവ് ടൈമുണ്ട്, 10-12 മണിക്കൂറിന് മുകളിൽ ടൈമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത് കവർ ചെയ്യണം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ റെഡി ആയിട്ടിരിക്കുകയാണ്. വീട്ടുകാരുടെ വണ്ടിക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അത് നമുക്കൊന്ന് ഫോർഡ് സർവീസ് സെൻ്ററിൽ നിന്ന് കാണിക്കണം. സർവീസ് സെൻറ്റർ നിയർ ബൈ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കാണിച്ച് നോക്കാം എന്താണ് അവർ പറയുന്നതെന്നുള്ളത്. നല്ല പ്രോട്ടീനിഷ്യസ് ആയിട്ടുള്ള ഫുഡാണല്ലോ. രാവിലെ 3 മുട്ട. നിനക്ക് കുറച്ച് പപ്പയ്ക്ക കഴിക്കാമായിരുന്നു കേട്ടോ. ഏതിൻ്റെ അടി? പ്ലേറ്റിൻ്റെ അടിയില്ല. ഇത് പപ്പയ്ക്ക കാണുന്നില്ലല്ലോ. അത് പപ്പയ്ക്കാണ് എനിക്ക് വേണ്ടത്. പപ്പായ പറയൂലേ മറ്റേ നല്ലതാണെന്ന്. ചിലർക്ക് മാത്രമേ നല്ല ഉള്ളൂ അല്ലേ. ഓ ഇത് കഴുപ്പൊന്നും ഇല്ലേ? കഴുപ്പൊക്കെ കുറവാണല്ലേ. ഇവിടെ വിന്റർ ഡ്രസ്സ് ആയില്ല, അതിന് മുന്നേ വിന്റർ ആയില്ല, അതിന് മുന്നേ വിന്റർ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും കഴിക്കാൻ റെഡിയായി. ഹായ്, ഗുഡ് മോർണിംഗ്. ഇതേടാ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നോക്കാം അടുത്ത് തന്നെ. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഉറക്കമൊക്കെ ശരിയല്ലായിരുന്നാ? ഉറക്കം മാത്രമേ ഉള്ളല്ലേ, കിടന്നാൽ ഉറങ്ങുന്ന അറിയുന്നുമില്ലല്ലേ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഏത് നാട്ടിൽ ചെന്നാലും ഏത് നാട്ടിൽ ചെന്നാലും മലയാളികളെ കാണുമെന്ന് പറഞ്ഞാൽ ഇതാ വീണ്ടും നമ്മൾ ബാഗ്ഡോഗ്രയിൽ നമ്മുടെ മലയാളി പുളിയെടുക്കായി. എവിടെ നിന്ന് നമ്മുടെ സ്ഥലം? എറണാകുളമാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സിക്കിം ഫാമിലിയായിട്ട് ഇറങ്ങാൻ വന്നല്ലേ? ഇവിടെ ആയിരുന്നോ സ്റ്റേ? ഇല്ല, ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇവിടെ എയർപോർട്ട് പോകാൻ വേണ്ടി ട്രാൻസിറ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി. ഓക്കെ. അപ്പോൾ എന്തായാലും കൊള്ളാം. എങ്ങനെ ഉണ്ടായാലും സിക്കിം അടിപൊളിയാണ്. അടിപൊളി ആൾക്കാരാണ്, അടിപൊളി സ്ഥലമാണ്. ആൾക്കാർ രക്ഷയില്ല അവിടെ അല്ലേ? ഓക്കെ, ഭയങ്കര വേറെ ലെവൽ ആൾക്കാരാണ്. പലപ്പോഴും മലയാളികൾ പ്രോഗ്രസീവ് ആണെന്നൊക്കെ പറയുന്നത്, ഇവിടുത്തെ ആൾക്കാർ അതിനേക്കാളും അടിപൊളിയാണ്. അതൊക്കെ വിലയുള്ളതാണ്. അടിപൊളിയാണ്. അപ്പൊ ഇന്ന് നാട്ടിലോട്ട് തിരിക്കണോ? ഓക്കെ. അപ്പൊ കണ്ടാലും സന്തോഷം ബ്രോ. ഓക്കെ, പേര് പറഞ്ഞില്ല? സാരംഗ്. ശശാങ്ക്. സാരംഗ് നമ്മുടെ എയർഫോഴ്സ്. ഞാൻ എയർഫോഴ്സിലാണ്. അപ്പൊ എയർഫോഴ്സിൽ നമ്മുടെ ഡിസ്പ്ലേ ടീം എയർക്രാഫ്റ്റിന്റെ പേരാണ് സാരംഗ്. ഹെലികോപ്റ്റർ. കണ്ടാലും സന്തോഷം. ഓക്കെ, അപ്പൊ എത്ര ദിവസം ഉണ്ടായിരുന്നു പറഞ്ഞ ട്രിപ്പ്? മൺഡേ ഈവനിങ് എത്തി. എല്ലായിടത്തും കറങ്ങാം, മീൻസ് എല്ലാ ദിവസവും പോകാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. ഗാങ്ടോക്ക് 2 ദിവസം നിന്നു, വെല്ലിംഗ് 2 ദിവസം നിന്നു. ഓക്കെ, അത് ട്രാവലിംഗ് ആണ് സമയം എടുക്കണം നമുക്ക്. ഒരു ദിവസമൊക്കെ എടുക്കും. ഒരു ദിവസമില്ല, ഒരു 4-5 hours എടുക്കും ട്രാവലിംഗ്. അതെ. ഈവനിങ് കഴിഞ്ഞ് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല നമുക്ക്, ഇരുട്ടായതുകൊണ്ട്. പോകാൻ പറ്റില്ല. പക്ഷെ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കണ്ടതിൽ സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ നമ്മുടെ ട്രിപ്പൊക്കെ? ട്രിപ്പ് എങ്ങനെയുണ്ട് പറയാവോ? സൂപ്പറാ. നമുക്ക് ഇനി എങ്ങോട്ടാ പോകണ്ടേ? എങ്ങോട്ട് പോകണം? നമ്മൾ ഷില്ലോങ്ങിലോട്ട് പോകണം എന്ന് പറയാം. സിംഗ്ലോങ് അല്ല, ഷില്ലോങ് പോയിട്ട് നമ്മൾ ചിറാപുഞ്ചിയൊക്കെ കാണും. ചിറാപുഞ്ചിയിൽ എന്താ ഉള്ളത്? വെള്ളച്ചാട്ടം കാണാൻ പോണോ? അപ്പോൾ കണ്ടിട്ട് തരാം. അപ്പോൾ ഹൈഫൈ അടി. യേസ്. അപ്പോൾ എല്ലാ വണ്ടിയും ഇറങ്ങാനായിട്ട് റെഡിയായി. വീട്ടേട്ടൻ്റെ വണ്ടി മാത്രം ഇപ്പോൾ നമ്മുടെ ഇവിടെ വരുന്നില്ല. വീട്ടേട്ടൻ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്ത്. അപ്പോൾ നമുക്കിന്ന് പുതിയ 2 ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചായക്കട നടത്താൻ വേണ്ടിയിട്ട് 2 ആൾക്കാരെ വിളിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവരാണ് ഇന്നത്തെ ചായക്കട നോക്കുന്നത്. കുടുംബശ്രീ ചായക്കട പറഞ്ഞില്ല. വീട്ടേട്ടൻ്റെ വണ്ടിക്ക് ചെറിയൊരു ഇഷ്യൂ. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് സർവീസ് സെൻറ്ററിൽ തൊട്ടടുത്ത്, ഭാഗ്യത്തിന് സർവീസ് സെൻറ്റർ തൊട്ടടുത്ത് ഉണ്ടായിരുന്നെന്ന് പറയാം. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 5-6 മണിക്കൂറത്തെ പണി എന്തായാലും കാണും. അപ്പം അത് വീട്ടേട്ടൻ ചെയ്തിട്ട് വീട്ടേട്ടൻ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കൂടെ നമ്മുടെ ഒരു ക്രൂവിനെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വീട്ടേട്ടന് ബാക്കപ്പ് ആയിട്ട് നമ്മുടെ വിഷ്ണുവിനെ കയറ്റി. അപ്പം ചേച്ചിമാരെ 2 പേരെ നമ്മളിങ്ങനെ എടുത്തു. അതാകുമ്പം അവർക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. നാളെ ചേച്ചിയാണ് ഷില്ലോങ്ങിൽ വണ്ടി ഓടിക്കുന്നതെന്നാണ് വീട്ടേട്ടൻ പറഞ്ഞത്. അപ്പം നാളെ ചിറാപുഞ്ചിയിലെ വെള്ളച്ചാട്ടങ്ങളുടെ ഇടയിൽ കൂടെ ചേച്ചി ചീറിപ്പാഞ്ഞ് പോകുന്നതാണ് ഗൈസ്. വെള്ളം കാണുമോ ചേച്ചി അവിടെ?
വെള്ളച്ചാട്ടത്തിന്റെ ഇടയിൽ കൂടെ പോകാന്ന് വെച്ചിട്ട് വെള്ളം കണ്ട അത് അടുത്തോട് മഴ രക്ഷയില്ല ജി അവിടെ. 21 mm ആയിരിക്കും. ഈ സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുങ്ങിച്ചാവും. അത്ര മഴ അവിടെ ഒക്കെ പെയ്തിട്ടേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കുറേ ആൾക്കാർ വിളിച്ചായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ജമ്മുവിൽ ക്ലൗഡ് ബസ്റ്റ് ആയിട്ട് കുറേ നല്ല റോഡൊക്കെ ഒലിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം കുറേ ആൾക്കാർ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇതേപോലെ സേഫ് അല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പോയ സ്ഥലം. അപ്പോൾ നമ്മൾ ഇതുവരെ സേഫാണ്, പക്ഷേ നല്ല ക്ലൗഡി വെതറാണ്. അറിയത്തില്ല, എല്ലാം ഹോപ്പ്ഫുള്ളി എല്ലാം സക്സസ് ആയിട്ട് തന്നെ പോയിട്ട് വരും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ചെറിയൊരു അവിടുത്തെ ഒരു എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ളി ഒന്ന് ക്ലൗഡി ആയിട്ടാണ് കിടക്കുന്നത്. നോക്കാം. നമ്മൾ കഴിഞ്ഞ ലഡാക്കിൽ പോയപ്പോഴും ഇതേ അവസ്ഥയായിരുന്നു. നമ്മൾ ലഡാക്കിൽ ചെന്ന് നമ്മൾ കാർഗിൽ എത്തുമ്പോഴാണ് അവിടെ മണ്ടി അവിടെ മറ്റേ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് റോഡൊക്കെ മൊത്തം ഒലിച്ചു പോവുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന് അപ്പോഴും ഇതേപോലെ നമുക്ക് നല്ല ടെൻഷൻ തന്നിരുന്നൊരു സ്റ്റേജ് ആയിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. പിന്നെ ഇങ്ങനത്തെയൊക്കെ യാത്രകൾ പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര രീതിയിൽ പെടും. എന്ന് വെച്ചാൽ ഈ ഹോട്ടൽ ലിമിറ്റഡ് അവൈലബിലിറ്റി, പിന്നെ ഈ സമയത്ത് ഇവന്മാർ നന്നായിട്ട് മുതലെടുക്കും എന്ന് വെച്ചാൽ റേറ്റ്സൊക്കെ കൂട്ടി. അപ്പം അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും ഉണ്ട്. അപ്പം ഇത് സില്ലുകുടി ഒരു എന്താ പറയുക, ഒരു അണ്ടർ കൺസ്ട്രക്ഷൻ ഏരിയ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫുള്ള് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാഗ് ഡോഗ്ര തൊട്ടടുത്താണ്. ഉണ്ട്. അപ്പം ഇതാ നോക്കിയാൽ ഫ്ലൈ ഓവറിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അടുത്തൊരു നമ്മൾ 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഈ ട്രിപ്പ് വരുമ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ പോയിരിക്കും അല്ലേ എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ സില്ലുകുടി ഒട്ടും NH പണി നടന്നിട്ടില്ല. ഈ അടുത്തങ്ങണ്ടാണ് പണി സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ബാഗ്ഡോഗറയിൽ നല്ല ടിബറ്റൻ മാർക്കറ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് വേണം ഇതുവരെ പോയിട്ടുണ്ടെങ്കിലും പോയി സാധനമൊന്നും മേടിക്കാൻ പറ്റില്ല. അല്ല മറ്റേ ബ്ലാങ്കറ്റ്, ചൈനീസ്, ടിബറ്റൻ സാധനങ്ങൾ ഒരുപാട് ഇവിടെ അങ്ങനത്തെ ഹാൻഡിക്രാഫ്റ്റ്സും സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് കേട്ടിട്ടുള്ളതല്ല, ആൾക്കാർ ഒരു കോമൺലി പറയുന്നതാണ്. അപ്പം എന്തായാലും കാണും, ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതുകൊണ്ട് എന്തായാലും സംഗതി കാണും. നമ്മുടെ ബാഗ്ഡോര എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു മാർക്കറ്റുള്ളതിനെ പറ്റി കേട്ടിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ഉള്ള സമയത്ത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. റീഫില്ലിംഗ് പോയിൻറ്റ്സ് ഉണ്ട് ഒരുപാട്. നമുക്ക് ഏകദേശം 350 കിലോമീറ്റർ ഓടാനുള്ള ഫ്യൂലേ ബാക്കിയുള്ളൂ. ഇത് ഫുള്ള് മിലിറ്ററി ബേസസ് ആണ് കേട്ടോ. അപ്പം അധികം സെൻസിറ്റീവ് സോണാണ്. എങ്കിലും ജസ്റ്റ് ഒരു ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇതെന്തിനാണ് ഇത്രയും മിലിറ്ററി ഇതുള്ളതെന്ന് പറയുന്നത്, ഇതിനെ പറയുന്നൊരു പേരാണ്, ഈ ഏരിയ പറയുന്ന പേരാണ് ചിക്കൻ നെക്ക്. ഈ ഏരിയ പറയുന്ന പേരാണ് ചിക്കൻ നെക്ക് എന്ന്. കാരണം ഇത് നമുക്ക് ഇന്ത്യയുടെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഒരു പോർഷനാണ്. കാരണം ഇത് ബംഗ്ലാദേശ്, തൊട്ടടുത്ത് ബംഗ്ലാദേശ് ബോർഡർ ഉണ്ട്, തൊട്ടിപ്പുറത്ത് ടിബറ്റൻ ഏരിയ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ കവർ ചെയ്ത് വരുന്നൊരു സ്ഥലമാണ്. അപ്പം നമ്മുടെ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഇന്ത്യയുടെ മാപ്പിൻ്റെ ലെഫ്റ്റ് സൈഡ് ഷോൾഡർ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കാൻ ചാൻസസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഇവിടെ പോകുന്നത്. നമ്മളങ്ങനെ ഏകദേശം ഒഫീഷ്യലി നമ്മൾ ഈ ഈസ്റ്റേൺ സെക്ടറിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. നല്ല ഭയങ്കര ഡെൻസ് ഫോറസ്റ്റാണ് 2 സൈഡിലും. കാരണം ഇതെല്ലാം റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് വെളിയിൽ നിന്ന് എല്ലാം മിലിറ്ററി കൺട്രോളിലുള്ളൊരു സ്ഥലമായതുകൊണ്ടാണ്. ഇപ്പോൾ ഈ നോക്കി ഇപ്പുറത്ത് നോക്കുമ്പോൾ ഫുൾ ഫെൻസിങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വേറെ വീടോ കാര്യങ്ങളൊന്നും കൊണ്ട് വയ്ക്കാത്ത. നമുക്ക് ഒരുപാട് ദൂരം, നമുക്ക് മൊബൈലിൽ നെറ്റ്വർക്കൊന്നും ഇല്ല ഇപ്പം. ഒരുപാട് ദൂരം ഇതേപോലെ തന്നെ 2 സൈഡിൽ നല്ല കാട് മാപ്പിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ആനിമൽ ക്രോസിങ് ഏരിയ ഇതൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും, പറയാൻ പറ്റില്ല. ഇതുവഴി തന്നെയാണ് ഗാങ്ടോക്കിലോട്ടും പോകുന്ന ഒരു ചെറിയ ഡൈവേർഷൻ വരും. അവിടെ നിന്ന് ഗാങ്ടോക്ക് പോകും, നമ്മൾ നേരെ ഗോവയ്ക്ക് പോകും. അടിപൊളി താഴെ നോക്കിയാൽ ആ ഒരു നല്ലൊരു ഇതാണ് കാണുന്നത് കേട്ടോ. റൈറ്റ് സൈഡിൽ ഫുള്ള് എന്താ പറയുക, നല്ലൊരു ഡാമെന്നല്ല, നല്ലൊരു ഇത് പോകുന്നുണ്ട്. ഇത് ഓക്കെ ഗൈസ് ഇത് തീസ്ത റിവറാണ് സൈഡിൽ കൂടെ ഒഴുകുന്നത് കേട്ടോ. തീസ്ത റിവർ വരുന്നത് നമ്മുടെ സിക്കിം അവിടെ നിന്നാണ് വരുന്നത്. അതെ തീസ്ത റിവർ ആണ് പൊട്ടിയാണ് ആ ഡാമൊക്കെ ഫുള്ള് ഒലിച്ചു പോയത്. ഫ്യൂൽ സ്റ്റേഷൻ വരുന്നുണ്ട്, നമുക്ക് ഫ്യൂൽ അടിക്കാൻ നോക്കാം. മുകളിലത്തെ വ്യൂ ഉണ്ടാ ഗൈസ്, ആ മഞ്ഞ്
കോട ഇറങ്ങുന്നുണ്ടോ? അയ്യോ മാപ്പ്. തീസ്ത നദി നമ്മളിപ്പോൾ ക്രോസ് ചെയ്യും. വലിയൊരു പാലം കാണുന്നുണ്ട്. അത് റെയിൽവേ ബ്രിഡ്ജാണോ നമ്മൾ ക്രോസ് ചെയ്യുന്ന ബ്രിഡ്ജാണോ എന്ന് അറിഞ്ഞുകൂടാ. തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല പീക്ക് ടൈമായതുകൊണ്ടുള്ള തിരക്കാണ്. ഫുള്ള് സിക്കിം രജിസ്ട്രേഷൻ ഇന്നോവ. ഇവിടെ ആരുടെ പറഞ്ഞു ഇന്നോവ കിട്ടൂലെന്ന്? ഫുൾ ഇന്നോവ മാത്രമല്ലേ ഉള്ളൂ, വേറൊരു വണ്ടി കാണുന്നില്ലല്ലോ. അല്ല, അവർ പറയുന്നത് ഇന്നോവ കിട്ടാൻ ഭയങ്കര പാടാണ്, ഭയങ്കര അടിയാണ് പിടിയാണെന്നാണ് പറയുന്നത്. നല്ല വെള്ളമുണ്ട് കേട്ടോ. മോളിന്ന് മഴ പെയ്ത് കലങ്ങി വരെയാണ്. അല്ല, മഴ പെയ്ത് കലങ്ങി വരുന്നില്ല, എന്നാലും വെള്ളമുണ്ട്. തീസ്ത റിവർ ആ സൈഡിൽ കൂടെ പോകുന്നു ഗായ്സ്. ഇത് നോക്കിയാണ് ആർമിയുടെ വണ്ടി വരണം നോക്കിയാണ്. നല്ല തിരക്ക്. ഇത് നോക്കിയാണ് മാപ്പ് കണ്ടോ? നല്ല രസമില്ലേ മാപ്പാണ്. ബ്ലോക്ക് ഉണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്ക് ബ്ലോക്ക് ഇതേപോലെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മോളിൽ നിന്ന് ഇറങ്ങി വരാൻ ഒരുപാട് വണ്ടികളുണ്ട്. എന്തായാലും കൊള്ളാം. ഒരു ചെറിയൊരു ഫീല് തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ഗാങ്ടോക്കിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ സിക്കിമിൻ്റെ പരിസരത്ത് കൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു വൈബ് വേണ്ടേ, അത് തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തായാലും കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ മൂടി തന്നെ നിൽക്കുകയാണ് കേട്ടോ, മേഘം. ബ്ലോക്കുണ്ട് ഗൈസ്. അപ്പോൾ വണ്ടി പോകുന്നുണ്ട്. അവിടെ ഒന്നും ഇപ്പുറത്തൊന്നും ബ്ലോക്ക് കാണുന്നില്ല. ഓക്കെയാണ്. കയറി വരെ ഒരുപാട് വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ. എനിക്കൊന്ന് ഇവിടെ എവിടെയും വണ്ടി പിടിച്ചിട്ടാണ് പോകുന്നത്. അതാണ് ഇത്ര വണ്ടി. അതാണ്ട് അവിടെ താഴെ നമുക്ക് വണ്ടി വരുമ്പോൾ വളരെ കുറച്ച് വണ്ടികളെ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ വണ്ടികൾ കൂടുന്നെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ വണ്ടി പിടിക്കുന്നുണ്ട്. അതാണ് കാര്യം. സേവോ കേശ്വരി കാളി മന്ദിറാണ് കേട്ടോ. ഇവിടെ അമ്പലമാണ്. അവിടെയും അതിൻ്റെ ഒരു തിരക്കും ഇവിടെ ഉണ്ട്. ഈ ബ്ലോക്കൊന്നും മാറി വന്നെങ്കിൽ നോക്കിയാണ് കൈസ് മുകളിലോട്ടൊന്ന് കാണണേ. എൻ്റെ പൊന്നോ. ഓക്കെ ഒരു റോട്ടിൽ ഇറങ്ങുന്നുണ്ടോ സംസാരിക്കണം. ഇവിടെ വണ്ടി ഇടാനും സ്ഥലമൊന്നുമില്ല കേട്ടോ. ഇവിടെ നമുക്കിവിടെ എന്തായാലും വണ്ടി ഇവിടെ വന്ന വണ്ടിയാണ്. ആൾക്കാർക്ക് ഇങ്ങനെ ടാക്സിക്കാരൊക്കെ പെട്ടെന്ന് തിരിഞ്ഞു പോകുമ്പോൾ പെട്ടെന്നൊരു പേടിയാണ് കേട്ടോ. നമുക്കിവിടെ ഒരു ലോക്കൽ ഗൈയാണ്. ഇവിടുത്തെ പുള്ളി ഇതൊക്കെ ട്രാവലറാണ്. ഹായ്. സോ പുള്ളി പറയാണ് നമുക്ക് നല്ല ഇത് പിള്ളേർ കളിയല്ല, ഭയങ്കര പുള്ളി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. പുള്ളി ഒരു ഓൾ ഇന്ത്യ ഡ്രൈവ് സ്ഥിരമായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ആളാണ്. So what you are telling? Okay. Actually, we are not Kannadigs. We are Malayalis. Yeah. Malayali, right? Yeah. But Malayali language is very. I heard about it's very tough. Yeah, it's very tough. Yeah. So I'm so happy to see you all. I'm so happy to see you all, you guys on road. Because I already told you this is not for बच्चों का खेल नहीं है. Okay, I'm so excited to happy to know because people are अभी road मतलब एडवेंचर रोड कल्चर में लोग घुस रहे हैं. I'm so happy. मैं भी across India बाइक से घूमता हूँ, अच्छा लगता है. So all the best you guys. Thank you so much. Okay. This is what we want, such a kind of motivations and all. I'm so happy. इतना छोटा बच्चों के साथ में आना, you know. I can see the around the kids also you have. Yeah, she is just 1 year old kid. So today you have a destination in Guwahati. No, Shillong. Okay, you're directly going to Shillong. Yeah. Guwahati But why you going Shillong? Just want to see that Cherrapunji and Doki only. Okay. After we have only 1 day stay in Shillong. Just after that we will watch. We will drive via Cherrapunji, then Doki, then we will heading to Tezpur, then that Tawang. After that we will come to here. 3 days we have time, means Lachung, that Gurdomar and everything. Long. But we are not so going. How many days you guys are 21 days. 21 days.
from Kerala to here, how many days takes time? Just this is the 5th day. 5th day. Yeah. Okay. Every day we are covering around 700 to 800 kilometers. Wow, exciting. Yeah. First day we drove from Trivandrum to Chennai, then Chennai to Visakhapatnam, Visakhapatnam to Kharagpur, Kharagpur to Siliguri, and Siliguri to Shillong. Wow. Okay, guys, all the best. Thank you. Safe drive. Okay. Thank you. Okay. Hope you guys are enjoying and enjoy a lot. Thank you so much. രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ്. ആസാം തേയില. നമ്മൾ ആസാമിലോട്ട് കയറിയിട്ടില്ല, എന്നാലും ആ ഒരു ഡാർജിലിംഗ് ഏരിയയിലുള്ള ഒരു കൃഷി പോലെയാണ് ഇങ്ങോട്ട്. ഡാർജിലിംഗ് ഇതുണ്ടല്ലോ ഒരുപാട്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല മലയിലാണ് ഈ തേയില കൃഷി കാണുന്നത്. പക്ഷേ ആസാമിൽ ചെന്ന് കഴിഞ്ഞാൽ നിരപ്പായ സ്ഥലങ്ങളിലാണ് കൃഷി കേട്ടോ. കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കാണാൻ പറ്റൂല. എങ്കിലും ആസാമിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഫുള്ളിങ്ങനെ. പക്ഷെ കാണാനൊരു ഭംഗി നമ്മുടെ നാട്ടിലെ തേയില നിൽക്കുന്നതാണ്. മൂന്നാറിലൊക്കെ നിൽക്കുന്ന നമ്മുടെ കണ്ണൻ ദേവൻ. എന്തെന്ന് മറ്റേ ക്യാപ്ഷൻ എന്താണ്? ഉയരം കൂടുമ്പോഴും ചായയുടെ സ്വാദ് കൂടും. ചായയുടെ സ്വാദ് കൂടും. റെയിൽവേ ട്രാക്ക് ഉണ്ട്. അല്ല, ഇതൊരു ഗുവാഹട്ടി പോകുന്ന ട്രെയിൻ. ഗുവാഹട്ടി എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ ഈ ട്രെയിൻ ഏറ്റവും കൂടുതൽ പോകുന്നത് ഡിബ്രൂഗഡ്. വീണ്ടും ഒരു റിവർ നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ റിവറുകളുണ്ട്. റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. ഭാവിയിൽ ഇവിടെയൊക്കെ നല്ല നല്ല കണക്ടിവിറ്റിയൊക്കെ ഒരുപാട് കണക്ടിവിറ്റികൾ വരും കേട്ടോ. നമുക്ക് ചേച്ചിയെടുത്തുള്ള എക്സ്പീരിയൻസ് ഒന്ന് ചോദിക്കാം. ചേച്ചി, എങ്ങനെയുണ്ട് മാറ്റം? നമ്മൾ പെട്ടെന്ന് പെട്ടെന്നൊരു അറ്റ്മോസ്ഫിയർ മൊത്തത്തിലൊരു മാറ്റം വന്നില്ലേ? എന്താണ് ചേച്ചിക്ക് ഇപ്പം കാഴ്ചയിൽ തോന്നുന്ന കാര്യം? ഇവിടുത്തെ ടെറൈൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് മാത്രമല്ല, പുതുമയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ കാലാവസ്ഥ, തേയിലത്തോട്ടങ്ങൾ, അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലെ തേയിലത്തോട്ടം. മൂന്നാറിലെ പോലെയൊന്നുമല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തേയിലത്തോട്ടം. ഇന്നലെ ഫുള്ള് ഹൈവേയും പൊടിയും. നേരെ വെളുത്തപ്പോഴത്തേക്ക് പച്ചപ്പും ഹരിതാഭയും. ചേച്ചി, വേറൊരു കേസ് എന്ന് വെച്ചാൽ, ചേച്ചി ഇനി മുന്നോട്ടില്ലാமல் ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു 20 വർഷം മുന്നത്തെ കേരളം ചേച്ചിക്ക് കിട്ടും. അതായത് നമുക്ക് ഇപ്പൊ നമ്മുടെ മറ്റേ പണ്ട് ഇല്ല കമ്പ് വെട്ടി വെച്ച് കെട്ടി എടുക്കുന്ന മതില്, വേലി, അങ്ങനത്തെ വേലിയും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് കാണാൻ കിട്ടും. വേറൊരു പ്രത്യേകത. അപ്പൊ അടിപൊളി. ബാക്കി എന്തായാലും ചെറിയ ആടിന്റെ പൊക്കം കുറഞ്ഞ അതിശയകരമായിട്ടുള്ളൊരു കാര്യം അല്ലേ? പൊക്കം കുറഞ്ഞ ആട്. ഇവിടെ ഫുള്ള് ആടിന് ഹൈറ്റ് കുറവാ. അടിപൊളി. ഹാഷിമാറ എത്തിയിട്ടുണ്ട്. ഹാഷിമാറ ഭൂട്ടാൻ ബോർഡറാണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞാൽ ജസ്റ്റ് ആ ഫ്ലൈ ഓവറും മുകളിൽ ക്രോസായി നേരെ ജയ്ഗാവ്, അതായത് ഭൂട്ടാനിലെ ഇൻഡോ ഭൂട്ടാൻ ഇൻ്റർസെക്ഷൻ ആണത്. അവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് ഭൂട്ടാൻ വളരെ അടുത്താണ്. ഡീസലിനൊക്കെ വില കുറവാണ്. ഏകദേശം നമ്മുടെ ഇന്ത്യയേക്കാൾ 10-35 രൂപ കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകാൻ പ്ലാനില്ല. അതാണ്ട് വീണ്ടും ബോർഡ് കാണിക്കുന്നത് ജയ്ഗാവ് 16 കിലോമീറ്റർ. നമ്മൾ ഉച്ചയായിട്ട് 12 മണിയായിട്ട് കട തുറന്നു. പുതിയ കടക്കാരൊക്കെ ഭയങ്കര ഉറക്കമാണ്. കടയൊന്നും തുറന്നില്ല. ഇപ്പം ചോക്ലേറ്റായി കഴിച്ച് രാവിലെ കട തുറന്നു. ചേച്ചി, വേറെന്താ സ്പെഷ്യൽ കടയിൽ കഴിക്കാൻ? ബേക്കറി ഐറ്റംസ് വെസ്റ്റ് ബംഗാൾ സ്പെഷ്യൽ ലുലു ചിപ്സ് ഉണ്ട്. ബ്ലൂ ചിപ്സാ? ലുലു ചിപ്സ്. വെസ്റ്റ് ബംഗാൾ നമ്മൾ ആസാമിലോട്ടായി. ആസാം മതി. വേറെ നല്ല ആ ചിപ്സ് അതെങ്ങനെയുണ്ട്? ആ കപ്പ വറുത്തല്ലേ? ചക്ക വറുത്താണോ? ഞാൻ കഴിഞ്ഞ എക്സ്പീരിയൻസ് ചെയ്യാം. ഗൂഗിൾ റേറ്റിംഗ് നോക്കിയിട്ട് വാങ്ങിച്ചാൽ ഒരെണ്ണമാണ്. അല്ല, ഒരു ഞാൻ എടുക്കാം. ഇത് വെച്ചോ, ഞാൻ തരാം. എന്തായാലും കൊള്ളാം. കട തുറന്നോടാ സമാധാനമായി. കൊള്ളാന്ന് പറഞ്ഞു. ഭൂട്ടാനിലെ വാഗണറാണ് കേട്ടോ. ഭൂട്ടാൻ വാഗണർ BT3A028. അപ്പോൾ നമ്മൾ നിയർ ടു ആസാം അതുകൊണ്ട് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. നമ്മുടെ എല്ലാ 10 വണ്ടി ഇവിടെ ഉണ്ട്. ഒരു വണ്ടി നമ്മുടെ വീത്തേട്ടൻ്റെ വണ്ടി ഇപ്പോൾ കുറവാണ്. വീത്തേട്ടൻ്റെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം.
കുറേ നേരം കൊണ്ട് നമ്മൾ ഷോപ്പ് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. ഇപ്പോഴാണ് ഷോപ്പ് കണ്ടേ കഴിക്കാനായിട്ട്. അപ്പോൾ അതാ നല്ല അടിപൊളി ക്ലീൻ ആൻഡ് നീറ്റ് റെസ്റ്റോറൻറ്റ് കേട്ടോ. കൊള്ളാം, നല്ല അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും പല പല സ്ഥലത്തായിട്ടിരുന്നു. ഡേ ടൈഗർ, ഫുഡ് കഴിക്കുന്നില്ലേ? ഫുഡ് കഴിക്കണില്ലേടാ? കഴിഞ്ഞ നല്ല വിശപ്പുണ്ട്. ചിക്കൻ. ഗുഡ് മോർണിംഗ്. വലിയ ടേബിളാണ്. നമുക്ക് തവാങ്ങി ചെന്നിട്ട് അങ്ങ് തട്ടിക്കളയാം. ഓക്കെ. അയ്യേ എന്തിനു പാട്. ഗൈസ്, അമൽ പറയണ അമലിൻ്റെ ഇവിടത്തേക്ക് ഇഷ്ടപ്പെട്ട അമൽ അതുകൊണ്ട് ഇങ്ങോട്ട് താമസം മാറാൻ പോകണമെന്ന്. റിട്ടയർമെൻറ്റ് ലൈഫ്. ഇവിടെ നിന്ന് 5 സെൻറ്റ് സ്ഥലവും മേടിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ പോകണം. നമ്മൾ അബിയായിട്ട് പോവുകയാണ്. 125. ചാട്ടങ്ങ. അയ്യോ, നല്ല ചാട്ടമാണ്. ഇതാണ് ഇഷ്ടപ്പെടാത്ത കേസ്. നല്ല അടിപൊളി റോഡും ഉണ്ടാക്കി വയ്ക്കും, അതിൻ്റെ ഇടയിൽ കൂടെ വൃത്തിയായിട്ട് പാലം ഉണ്ടാക്കി വയ്ക്കും. മര്യാദയ്ക്ക് ഉണ്ടാക്കിയിരുന്നത് മര്യാദയ്ക്ക് പോയി. ഉൾഫാറിനാണ് ഫ്രണ്ടിൽ കൂടെ പോണത്. ഉൾഫാറിനെ നമ്മൾ ഏതൊരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് റിഫൈനറി എന്തോ പരിപാടി ഉണ്ട്. റിഫൈനറി ആണോ? കാരണം ഇവിടെ ആസാമിന് സെപ്പറേറ്റ് ഫ്യൂലാണ്. ആസാം ഓയിൽ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു നമ്മുടെ ഇന്ത്യൻ ഓയിൽ അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഇവിടെ സെപ്പറേറ്റ് ഖനനമുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് വേറെ ഓയിലൊക്കെ വരുന്നത്. ഏതോ വലിയൊരു ടൗൺ ആണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. നല്ല പഴയ റോഡൊക്കെ, നല്ല ചെറിയ റോഡ്, നല്ല പച്ചപ്പും ഹരിതാപമുള്ള റോഡൊക്കെ മാറി. പച്ചപ്പുണ്ട് ഇപ്പോഴും, പക്ഷേ എന്നാലും ആ ഒരു ഫീല് കിട്ടുന്നില്ല. പഴയ ആസാം ഫീല് പോയി. മഴ കാരണം, മൂടിയ കാലാവസ്ഥ കാരണം സൂര്യനൊക്കെ മിസ്സിങ് ആണ് ഗൈസ്. സമയം 4:15. ഏകദേശം ആസാമിൽ സൂര്യാസ്തമയം ആകാൻ ഉള്ള സമയമായി. 1 മണിക്കൂറിനുള്ളിൽ സൂര്യൻ അസ്തമിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടുത്തെ സൺസെറ്റ് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സൺസെറ്റ് എത്ര മണിയാണ്. നല്ലൊരു അടഞ്ഞ കാലാവസ്ഥയും 5:53. അപ്പോൾ സമയമുണ്ട് കൈ. 5:53 സൺസെറ്റ് ഇട്ട്. ഇനിയുണ്ട് 2 മണിക്കൂർ. ഇവിടെ ജിയോയുടെ പമ്പുണ്ട്. ഡീസൽ 88 രൂപയുള്ളൂ. അടിപൊളി. 1 രൂപ കുറവാണ് കേട്ടോ. പെട്രോൾ 3 രൂപ കുറവാണ്. ഇതെങ്ങനെയാണ് ഇവർ മാനേജ് ചെയ്യുന്നത്? ജിയോ എല്ലായിടത്തും 1 രൂപ കുറവ്. അല്ല, അത് പെട്രോളിനല്ലേ? പക്ഷെ നമുക്ക് ആദ്യം ഒന്ന് കുലിക്കാലോ ഉണ്ട്. നല്ലോണം അത് തുറന്നിട്ട് കുലിക്കാലോ. നോക്കാം. നമ്മുടെ വണ്ടിയിൽ ടാങ്ക് ഫുൾ ആവുന്നില്ല കേട്ടോ. എന്ത് കേസെന്ന് അറിയാൻ പറ്റും. നമ്മൾ അടിക്കുമ്പോൾ 30 ലിറ്ററും അത്രയൊക്കെ കയറണുള്ളൂ. ഒരു സെക്കൻഡ്. 344 കിലോമീറ്ററോളമുള്ള എണ്ണ അപ്പോൾ ഉണ്ട്. 344 എന്ന് പറയുമ്പോൾ വെച്ചിട്ട് Enter parking surveillance mode after 5 minutes. നല്ല എയറുണ്ട്. തുറന്ന. അപ്പം ഇവിടെ നിന്ന് എല്ലാവരും റീഫിൽ ചെയ്യാന്ന് വെച്ചാൽ റീഫിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നമ്മൾ മേഘാലയയിൽ നിന്ന് ഇനി ഫ്യൂൽ ചെയ്യുന്നില്ല. എല്ലാ വണ്ടികളും ഇവിടെ കിടക്കുക. അപ്പോൾ ഇവിടെ ഡീസലിന് 88 രൂപ 88 പൈസ ഉള്ളൂ കേട്ടോ. അതായത് നോർമൽ പമ്പിനേക്കാൾ 1 രൂപ കുറവുണ്ട്. ഇവിടെ പെട്രോളിനാണെങ്കിൽ 3 രൂപ കുറവുണ്ട്. എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ എല്ലാ വണ്ടിയും നമ്മൾ ഒന്ന് റീഫിലൊക്കെ ചെയ്ത് വണ്ടിക്കൊന്ന് റെസ്റ്റ് കൊടുക്കാമെന്ന് വെച്ച് എല്ലാവരും വാഷ്റൂമിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് നിൽക്കുകയാണ്. ജിയോയുടെ പമ്പാണ് കേട്ടോ. കൊള്ളാം. ഇവിടെ ഈ സെറ്റപ്പ് കൊള്ളാം. ജിയോയുടെ പമ്പ് നോർമൽ പെട്രോളിന് 3 രൂപ എങ്ങനെ കുറയ്ക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. 3 രൂപ കുറവ്. ഡീസലിന് 1 രൂപയുടെ കുറവേ ഉള്ളൂ. 88 ഉള്ളൂ. അരുണാചലിൽ 3 രൂപ കുറവാണെന്ന് വീണ്ടും. ഇപ്പോൾ റീഫിലൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങി. ഇനി ഏകദേശം മാപ്പിട്ട് നോക്കിയില്ല. എന്നാലും
9:45 ആകുമ്പോൾ 9:45 9:30 ആകുമ്പോൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. 9:45 എത്തൂലല്ലോ, എന്നെ ഡിന്നർ കഴിക്കണമല്ലോ പറയുമ്പോൾ. കാണിക്കുന്നതാണ് ഇതാണ് ഈ ട്രക്കുകാരന്മാരെ കുഴപ്പം. ഒരു മിറർ ഒന്നും നോക്കാണ്ട് ചുമ്മാ തോന്നിയ സോൺ കാണിക്കില്ല. നേരത്തെ ചായ കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വീണ്ടും ഒന്ന് ചായ കുടിക്കാന്ന് വെച്ച് നിർത്തിയാണ് കേട്ടോ. ആസാം പട്ടിയെ കണ്ടിട്ടുണ്ടോ? ആസാമിലെ പട്ടിയെ കണ്ടിട്ടുണ്ടോ? ആസാമിലെ പട്ടി നാട് വിട്ട്. ഇത് കണ്ടോ ഗൈസ്, ഇതാ അവിടെ ഒരു ശവം കിടക്കുന്നത് ഗൈസ്. പട്ടിയുടെ അതിന്റെ ചവില് ഇത് തലയില് പട്ടി. ഇത് അടിയിൽ കൂടെ പോണ്. അണ്ണ ഒരു ചായ ഇതിൽ വെച്ച് തന്നാ മതി. എന്തായാലും കൊള്ളാം. പിന്നെ എവിടെയെ കണ്ടുവല്ലേ പരിചയമുണ്ട് ഗൈസ്. എവിടെയെ കണ്ടുവല്ലേ പരിചയമുണ്ട്. ഇപ്പം നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഈ മഴ നാളെ പെയ്യരുതെന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. നാളെയല്ല, ഇനി അങ്ങോട്ടും അതേപോലെ തന്നെ സിക്കിമിലെല്ലാം മഴ കാണിക്കുന്നുണ്ടായിരുന്നു. നോക്കിയപ്പം മഴ പെയ്താൽ നമ്മുടെ പല കാര്യങ്ങളും കുളമാവും. അതുകൊണ്ട് മഴ പെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ മഴയൊക്കെ തോന്നും. നമ്മളൊരു അങ്ങ് വരെ മഴ കാണുന്നു, പെയ്യാണ്ടിരിക്കട്ടെ. ഇപ്പം മഴ കാരണം ഒരു വണ്ടി ചവിട്ടി വിടാൻ പറ്റിയില്ല. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇനിയിപ്പോൾ ടൗൺ ആവുന്നു, ഗുവാഹട്ടി ടൗൺ ആവുന്നുണ്ട്. മിക്കവാറും ഇനി ചെറിയ ചെറിയ ട്രാഫിക് കൂടാനുള്ള ചാൻസേ ഉള്ളൂ. റൂട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കാം. ബ്രഹ്മപുത്ര നദി ഇതെപ്പോഴും ആസാമിലുള്ളവരെ എപ്പോഴും ഇത് നല്ല മിക്ക സമയത്ത് ഇത് ഫ്ലഡാവും. ഫ്ലഡായിട്ട് നല്ല കരയിലോട്ട് വെള്ളം കയറും. ഇത് ഫ്ലഡാകുമ്പോൾ മറ്റേ നമ്മുടെ കാജിരംഗ അവിടെയൊക്കെ വെള്ളം കയറിയിട്ട് അവിടുത്തെ മൃഗങ്ങളൊക്കെ ഒരുപാട് ഒലിച്ചു പോകാറുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നേരത്തെ ഗൂഗിളിൽ ഈ ഒരു ബ്ലോക്ക് കാണിച്ചിരുന്നത്, ഇപ്പോൾ പുതിയതായിട്ട് ഈ ബ്ലോക്കും കാണിച്ചു തുടങ്ങി. ഒരു ഫാസ്റ്റസ്റ്റ് റൂട്ട് സജഷൻ വന്നിട്ടുണ്ട്. നോക്കാം എന്തായാലും. ഫ്രണ്ടിൽ നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. ഒട്ടുക്കത്തെ ബ്ലോക്ക് എന്ന് വെച്ചാൽ നല്ല കട്ട ബ്ലോക്ക്. ഗുവാഹട്ടി അതായത് നമ്മൾ ബ്രഹ്മപുത്ര ക്രോസ് ചെയ്ത് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ബ്ലോക്ക്. എനിക്ക് തോന്നുന്നത് ഈ പാലത്തിൻ്റെയും ഈ മെർജിങ് പോയിൻറ്റിൻ്റെ അതാവാം തിരക്ക്, അറിയത്തില്ല. കാരണം രണ്ട് റോഡും തിരക്കുണ്ട്. ചിലപ്പോൾ എനിക്കൊന്ന് വേറെ വല്ല റോഡോ വന്ന് കയറുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പം അതാവാനാണ് ചാൻസ്. ഇങ്ങനെ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തേസ്പൂർ റോഡിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 23 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഷില്ലോങ് റോഡിലോട്ട് കയറണം. അപ്പം ചെറിയൊരു ട്രാഫിക് കൺജക്ഷനേ വന്നുള്ളൂ. ഇതെല്ലാം നേരത്തെ ഗൂഗിൾ കാൽക്കുലേറ്റ് ചെയ്ത ടൈം തന്നെ കാണിച്ച, പുതിയതായിട്ട് വന്ന ടൈമല്ല. കുഴപ്പമില്ല. പക്ഷെ 13 മിനിറ്റോടെ ബ്ലോക്ക് കാണിച്ചു. അത് ഒരു റൂട്ട് സജഷൻ തന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ മുകളിൽ കിടന്നേനെ.
ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗേറ്റ് വേ ഓഫ് നോർത്ത് ഈസ്റ്റ് എന്ന് പക്ക പറയണമെങ്കിൽ അത് ഗുവാഹട്ടിയാണ്. കാരണം ഗുവാഹട്ടിയിൽ വന്നാലേ നോർത്ത് ഈസ്റ്റിലോട്ട് പോകാൻ പറ്റുള്ളൂ. നോർത്ത് ഈസ്റ്റിൽ എവിടെ പോകണമെങ്കിലും ഇവിടെ ഗുവാഹട്ടിയിൽ വരണം. ഈവൻ അത് ഫ്ലൈറ്റിലാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് ഗുവാഹട്ടി എയർപോർട്ട് ഇത്രയും തിരക്കുള്ളൊരു എയർപോർട്ടും ആവാൻ കാരണം ഈ ബാക്കിയുള്ള 5-6 സ്റ്റേറ്റിലോട്ട് ഏത് എയർക്രാഫ്റ്റ് പോകണമെങ്കിലും മോസ്റ്റ്ലി ഇവിടെ നിന്ന് തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ട്രെയിൻ ആണെങ്കിലും ശരി, ബസ്സാണെങ്കിലും ശരി. ഗുവാഹട്ടി നല്ല അത്യാവശ്യം കാര്യമായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പം നല്ല വ്യത്യാസമുണ്ട്. റോഡിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ റോഡിൻ്റെ ഒരു സൈഡ് മേഘാലയയും ഒരു സൈഡ് ആസാമുമാണ്. ഇപ്പുറത്തെ സൈഡ് മേഘാലയം, ഇപ്പുറത്തെ സൈഡ് ആസാമുമാണ്. അതാണ് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പെട്രോൾ അടിച്ചാലുള്ള പ്രൈസും വ്യത്യാസമാണ്, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പെട്രോൾ അടിച്ച പ്രൈസ് വ്യത്യാസമാണ്. അതെങ്ങനെ അങ്ങനത്തെ ഒരു വ്യത്യാസം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ആ ഒരു ബോർഡർ പിടിച്ചാണ് പോകുന്നത് ഇവിടെ. നമ്മൾ ഇനിയിപ്പം 4 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ഡൈവേർട്ട് ചെയ്യും റോഡ്. അതുപോലെ തന്നെ ഉണ്ടായി ഇവിടെ എല്ലാം ഒരു ബ്രാൻഡിങ് ആണ്. അതായത് ഇന്ത്യൻ ഓയിൽ ഇപ്പോൾ പെട്രോൾ പമ്പ് കണ്ടാൽ എൻ്റെ കൂടെ ആസാം ഓയിൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് ആണ്. എന്ന് വെച്ചാൽ അതൊരു സെപ്പറേറ്റ് റിഫൈനറിയാണ്, ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മളിതാ മേഘാലയ കയറിയിട്ട് അവിടെ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നു. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്. ഈ 3 വണ്ടി വരാനുണ്ട്. വീത്തേട്ടൻ ലേറ്റ് ആവും, പിന്നെ 2 വണ്ടി കൂടെ എത്തണം. നമ്മളെല്ലാം നേരത്തെ ഓർഡറൊക്കെ ചെയ്ത് അകത്തോട്ട് കയറിയില്ല. നല്ല ആംബിയൻസ് ആണ് കഴിക്കാൻ. മുകളിലാ താഴെ? മുകളിലാണോ? ഒന്ന് മുകളിലോട്ട് കയറി നോക്കട്ടെ. അച്ഛ എടാ നമ്മൾ 4 പേരാടാ. ബായ്. മുളയ്ക്ക് ക്ഷാമം ഇല്ലെന്ന് മനസ്സിലായല്ലോ അല്ലേ ഇവിടെ? ഒരു വണ്ടി കൂടെ വന്നിട്ടുണ്ട്. ഐരാവത് വന്നു. അഞ്ചി ക്യാ ചൽ रहा है? खाना नहीं है? नहीं मतलब नहीं. हाँ जी, ये ब्लॉगर है. ये ब्लॉगर का नौफल है भैया. ये अभी एप्पल ब्लॉगर है. हाँ, और ट्रांसमीटर का बैटरी चार्ज 21% लो भैया. कोई बात नहीं. कोई कुളിച്ചില്ല എന്ന് പറഞ്ഞു. कोई बात नहीं. അതെ, ഇവിടുത്തെ കോഴികൾ കുളിക്കാറില്ല. അർണോടിക്ക് പട്ടീനെ വെട്ടിയിട്ടായിരുന്നു. കണ്ട പട്ടി വെട്ടിയിട്ടാ? ഇറച്ചിയായിട്ട് അത് കാണും. ഇവിടെ പട്ടിയിറച്ചി, പോർക്ക് ഇതെല്ലാം സുലഭമാണ്. വേണ്ട ഇത് ആരിരുന്ന് ഇതൊന്നും കത്തി വെക്കണ. കൊള്ളാല്ലേ? നല്ല ആംബിയൻസ് അല്ലേ? അല്ല പറഞ്ഞു ഫുഡ് കിട്ടിയില്ല ഇത്ര നേരമായിട്ടും. എല്ലാരും നമ്മൾ നാളെ തൊട്ട് കറക്കമാണ്. നാളെ നമ്മള് ചിറാപുഞ്ചി. അങ്ങനെ നമ്മള് ഇതാ വീഡിയോ നമ്മുടെ ഇവിടെ നമുക്ക് വേണ്ടി വീഡിയോ പ്ലേ ചെയ്തേക്കാണ്. നമ്മുടെ വ്ളോഗ് എല്ലാരും ഇതാ കണ്ട് ആസ്വദിക്കുന്നു. അങ്ങനെ നമ്മള് ഷില്ലോങ് ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പോലീസിന്റെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പോലീസ് വഴിയിലൊക്കെ പിടിച്ചിരുത്തിയില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ചോദിച്ച് കാണിച്ചൊന്നുമില്ല, അല്ലാണ്ട് പോയി കാര്യം പറഞ്ഞ് കേരളത്തിൽ നിന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ അവർ കിട്ടും. ടെമ്പറേച്ചർ 19 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു വരികയാണ്. നമുക്ക് ഷില്ലോങ് പീക്കിൽ പോയ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 10 ഡിഗ്രിയൊക്കെ ആയിരിക്കാം. എന്തായാലും കൊള്ളാം. വെൽക്കം ടു ഷില്ലോങ് കണ്ടോൺമെൻറ്റ്. ഇനിയിപ്പം ഡിഫൻസ് ഏരിയയാണ്. നമ്മൾ ഇന്നത്തെ സ്റ്റേയിലൂടെ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് അപ്പുറത്തെ റൂം, നമുക്കിവിടെ ഫുള്ള് റൂം കിട്ടിയില്ല. മറ്റേടത്ത് 9 റൂമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയാണെങ്കിൽ 4. ഇവിടെ എല്ലാവർക്കും എടുക്കാമെന്ന് വെച്ചാൽ ഇവിടെ റൂമും കുറവായിരുന്നു. പക്ഷേ ഇത് നല്ല റൂമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല സെറ്റപ്പ് ഉണ്ട്. പക്ഷെ അവിടെ റേറ്റ് കൂടുതലാണ് മറ്റേതെന്ന് വെച്ച് നോക്കുമ്പോൾ. അപ്പം നമ്മൾ ഇവിടെയാണ് SG ഹൗസ് ഹൗസിലാണ് നമ്മൾ ബാക്കിയുള്ള 2 പേർക്ക് റൂം
എടുത്തേക്കുന്ന നല്ല പോളിയായിട്ട് മോഡിഫൈ ചെയ്തൊരു എൻലൈൻ ടർബോ പെട്രോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കാണിച്ചുതരാം. ഇതാണ് റൂം നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്ര സെറ്റപ്പാണെന്ന്. റൂം നല്ല പോളി റൂം. ഇതാണ് റൂം. ഇത് വാഷ്റൂം ചെറുതാണ് എങ്കിലും കുഴപ്പമില്ല. ഇതാണ് സെറ്റപ്പ്. നല്ല വ്യൂ. ആർക്കെങ്കിലും വരണമെങ്കിൽ സ്റ്റേ ചെയ്യാം. SG ഗസ്റ്റ് ഹൗസ്. അപ്പോൾ ഇന്ന് അമലെ നമ്മളെവിടെ എത്തി? നമ്മൾ മേഘാലയ മേഘാലയ. എവിടെ? മേഘാലയയിലുള്ള ഷിലോങ്ങിലെത്തി. ഇത് വിഷ്ണു, നമ്മൾ ഇന്നലെ കണ്ടു, അഡ്വക്കേറ്റ് വിഷ്ണു. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. സമയം രാത്രി 12:30. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യണം. 12 കഴിഞ്ഞാൽ 1 മണിയായില്ലേ? യെസ്, 1 മണിയായി. നാളെ നമുക്ക് 7 മണിക്ക് പോകണം. ഇതാണ് ഇപ്പോഴത്തെ ഡെയിലി റൂട്ടീൻ. വന്ന് നമ്മൾ എല്ലാം കൂടെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സംസാരിച്ച് റൂമിൽ കയറുമ്പോൾ രാത്രി 12 മണി, 1 മണി. രാവിലെ 7 മണിക്ക് വീണ്ടും പോകണം. ഇനി അതിൻ്റെ ഇടയിൽ 2-3 മണിക്കൂർ വീഡിയോ എഡിറ്റിംഗ് എല്ലാം കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി വൈബാണ്. 3 മണിക്കൂർ 4 മണിക്കൂർ ഡെയിലി ഉറക്കം, ബാക്കി 12 മണിക്കൂർ വണ്ടി ഓട്ടിപ്പ്. ഇതാണ് ഇപ്പോഴത്തെ 3-4 ദിവസത്തെ റൂട്ടീൻ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കഷ്ടപ്പെട്ടതിന് ഉപയോഗം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ്.